ജെയ്നസ് രാജു ഉണ്ട്. നേരത്തെ ആര്യ പറഞ്ഞ കള്ളവോട്ടുമായി ബന്ധപ്പെട്ട 63-66 നമ്പർ ബൂത്തുകളിൽ അവിടെ ഇടുക്കി കരിമണ്ണൂർ ഹോളി ഫാമിലി LP സ്കൂളിൽ കള്ളവോട്ട് നടന്നു എന്നാണ് പരാതി. UDF പ്രിസൈഡിംഗ് ഓഫീസർക്ക് പരാതി നൽകി. ജെയിൻ, എന്താണ് വാർത്ത? രണ്ടുപേരുടെ വോട്ടാണ് അവർ എത്തിയപ്പോൾ മുൻപ് ആരോ ചെയ്തു എന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഇതനുസരിച്ച് കരിമണ്ണൂർ സ്വദേശികളായിട്ടുള്ള ജെസ്സി ജോസ്, ഷാജു മാത്യു എന്നിവരാണ് ഈ കള്ളവോട്ട് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ജെസ്സി 11 മണിയോടുകൂടിയാണ് വോട്ട് ചെയ്യാനെത്തിയത്. ആ സമയത്ത് വോട്ട് രേഖപ്പെടുത്തിയെന്ന് പ്രിസൈഡിംഗ് ഓഫീസർ അറിയിക്കുകയായിരുന്നു. ഷാജു മാത്യുവിന് മറ്റൊരു ബൂത്തിലാണ് വോട്ടുള്ളത്. 66 നമ്പർ ബൂത്തിലാണ് അദ്ദേഹത്തിന്റെ വോട്ട്. അദ്ദേഹവും സമാനമായി തന്നെ ഇവിടെ എത്തിയപ്പോൾ വോട്ട് 14-ാമത്തെ നമ്പറായി, 14-ാമത്തെ ആളായി അവിടെ വോട്ട് രേഖപ്പെടുത്തി എന്നുള്ളതാണ് അദ്ദേഹത്തെ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ രണ്ടുപേരും ഇത് സംബന്ധിച്ച പരാതി പ്രിസൈഡിംഗ് ഓഫീസർക്ക് നൽകിയിട്ടുണ്ട്. മറ്റൊരു കള്ളവോട്ട് പരാതി വരുന്നത് ഇടുക്കി കജനപ്പാറയിൽ നിന്നാണ്. അത് ഉടുമ്പൻചോല നിയോജക മണ്ഡലമാണ്. മുരുകൻ എന്ന് പറയുന്ന ആളുടെ വോട്ട് അയാൾ അറിയാതെ മറ്റാരോ ചെയ്തിട്ട് പോയി. ഇതാണ് രണ്ട് സ്ഥലങ്ങളിലാണ് കള്ളവോട്ട് ആരോപണം ഉയർന്നിട്ടുള്ളത്. ഇടുക്കിയിൽ രണ്ടിടത്ത് കള്ളവോട്ട് നടന്നതായി. ഇന്ന് സ്വതവേ ഈ കള്ളവോട്ട് സംബന്ധിച്ച അധികം പരാതികൾ വലിയ രീതിയിലുള്ളത് അധികം കണ്ടിരുന്നില്ല. രാവിലെ പത്തനംതിട്ടയിൽ നിന്ന് വന്നു. ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം പലയിടത്തുനിന്നായിട്ട് ഉച്ചയ്ക്ക് ശേഷമാണ് അവസാനം മണിക്കൂറിലൊക്കെ വോട്ട് ചെയ്യാൻ പോകുമ്പോഴായിരിക്കും ആളുകൾ അയ്യോ എൻ്റെ വോട്ട് ചെയ്തോ എന്ന് അത്ഭുതപ്പെടുന്നത്. ശരി, എന്തായാലും ഇനി 1 മണിക്കൂർ 27 മിനിറ്റാണ് ബാക്കിയുള്ളത്. 58.52 ഇതാണ് ഇപ്പം. അത് 4:15 സമയത്തുള്ള നമ്മുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് ആണ്. അപ്ഡേറ്റഡ് ആയിട്ടുണ്ടാവും. എന്തായാലും കഴിഞ്ഞ തവണത്തെ ആ 77 കടക്കുമോ കേരളം എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. സമയം വളരെ കുറവാണ്. സമയം ഇനി 1:26, 1 മണിക്കൂർ 26 മിനിറ്റുകൾ.